അടുത്തതായിട്ട് ഈ കോർണർ മീറ്റിംഗിൽ സംസാരിക്കുന്നതിന് വേണ്ടി കരൂർ പഞ്ചായത്ത് ആം ആദ്മി പാർട്ടിയുടെ പ്രസിഡന്റ് ശ്രീ ഡൊമിനിക് കൈമണ്ണനെ ക്ഷണിക്കുന്നു. ആം ആദ്മി പാർട്ടി കോട്ടയം ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ റോയ് വെള്ളരിങ്ങാട്ട്, ആം ആദ്മി പാർട്ടി വനിതാ വിങ്ങിന്റെ ദേശീയ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി ശ്രീമതി ഫാത്തിമ, ആം ആദ്മി പാർട്ടി പാലാ നിയോജകമണ്ഡലം സെക്രട്ടറി ശ്രീ ബിനു മാത്യൂസ്, പ്രിയപ്പെട്ട പ്രവർത്തകരെ, നാട്ടുകാരെ, ഞാനിന്ന് ഈ ഒരു മീറ്റിങ്ങിന് പങ്കെടുക്കാനായിട്ട് ഇവിടെ വന്ന് വണ്ടി ഇട്ടപ്പോൾ ഒരു പോലീസുകാരൻ ചേട്ടൻ നിൽക്കൊണ്ട് കൂടെ 2 ചേട്ടന്മാരുണ്ട്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞ് രക്ഷാപ്രവർത്തനമൊന്നും നമ്മൾ നടത്താൻ പോകാറില്ല, അതുകൊണ്ടാണ് നമ്മുടെ കൂടെ ഒന്നും പത്രത്തിൽ വരാത്തത്. അല്ലാതെ ഞങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാതിരുന്നിട്ടില്ല. ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ട് സ്ഥിരമായിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും അഴിമതിക്കെതിരെയും അക്രമത്തിനെതിരെയും പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരേ ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. നമുക്കറിയാം, ഇവിടെ പാതിവില തട്ടിപ്പില് ആയിരക്കണക്കിന് സ്ത്രീജനങ്ങളുടെ പണം നഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു പത്രത്തിൽ ഒരു വാർത്ത വരുന്നുണ്ടോ? ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനോ ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ ഒരു BJP-കാരനോ കമ എന്നൊരക്ഷരം ഇപ്പം മിണ്ടുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്? ഈ കേസിൽ ഇവരെല്ലാവരും പ്രതികളാണ്. ജനങ്ങളെ തട്ടിപ്പിക്കുവാനായിട്ട്, ജനങ്ങളെ പറ്റിക്കുവാനായിട്ട് ഒറ്റക്കെട്ടായി ഒരു മെയ്യായി പ്രവർത്തിക്കുന്ന ഒരു ഭരണവും പ്രതിപക്ഷവുമാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നരേന്ദ്രമോദി ഗുജറാത്തില് ഭരണം പിടിച്ചതിന് ശേഷം അവിടെ കോൺഗ്രസ് ഉണ്ടോ? ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞത് കോൺഗ്രസ് BJP-ക്ക് വേണ്ടി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹകരിച്ചുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോകുന്ന ഒരു രാഷ്ട്രീയം. അതുകൊണ്ട് എന്താണ്, നാഷണൽ ഹെറാൾഡ് കേസ് രാഹുൽ ഗാന്ധി വാ തുറന്നാൽ ഉടനെ വരും, ED വരും, CBI വരും, നാളെ കേസാണ്, അറസ്റ്റാണ് എന്ന് പറഞ്ഞ് പേടിപ്പിക്കും. അതോടെ രാഹുൽ ഗാന്ധി തായ്ലൻഡിൽ പോകും. അതോടെ ആ പ്രശ്നം അവിടെ തീരുകയാണ്. കേരളത്തിലാണെങ്കിലോ വാ തുറക്കുന്നവർക്കെല്ലാം എതിരെ കേസാണ്. നമുക്കറിയാം, മറുനാടൻ മലയാളി ഷാജനെതിരെ എന്തൊരു വേട്ടയായിരുന്നു. ഷാജന് ഒളിച്ച് എവിടെ കാട്ടിപ്പോയിരുന്നുകൊണ്ട് മാത്രം പിടികിട്ടിയില്ല. ഷാജന്റെ ഓഫീസ്, പത്രം എല്ലാം, കമ്പ്യൂട്ടറിന്റെ സ്ക്രീൻ വരെ എടുത്തുകൊണ്ട് പോയി, കീബോർഡ് വരെ എടുത്തുകൊണ്ട് പോയി എന്നാണ് പറഞ്ഞത്. എന്നിട്ട് എന്താണ്, ലാസ്റ്റ് കേരള ഹൈക്കോടതി പറയേണ്ടി വന്നു എല്ലാം തിരിച്ചു കൊടുക്കും. ഇങ്ങനെയാണ് ഒരു സംരംഭകരെ കേരളത്തിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ക്രൈം നന്ദകുമാർ അദ്ദേഹത്തിന്റെ ഓഫീസില് കയറി രേഖകൾ മോഷ്ടിച്ചുകൊണ്ട് പോയ ആൾക്കാണ് ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിപദം കൊടുത്തത്. അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് എത്രമാത്രം പീഡിപ്പിച്ചു. നമ്മുടെ ഭരണഘടനയില് ഗ്യാരണ്ടി നൽകിയിരിക്കുന്ന ഒരു അവകാശമാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. അഭിപ്രായ സ്വാതന്ത്ര്യം ഭരണഘടനയിൽ ഗ്യാരണ്ടി ചെയ്തിരിക്കുന്ന മൗലിക അവകാശമാണ്. മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള പാരഗ്രാഫ് തുടങ്ങുന്ന ആർട്ടിക്കിൾ 13 പറയുന്നത്, ഈ മൗലിക അവകാശങ്ങൾക്കെതിരായിട്ട് പുറപ്പെടുവിക്കുന്ന ഏത് ഓർഡറും ഏത് നിയമവും വോയിഡ് അബ് ഇനിഷ്യോ എന്നാണ്. വോയിഡ് അബ് ഇനിഷ്യോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം, ഒരു നിയമം ഇല്ല, ആരെന്ത് ഓർഡർ ഇറക്കിയിട്ടും കാര്യമില്ല എന്നാണ് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നത്. പക്ഷേ ഇതൊക്കെ ഇവിടെ നടപ്പാകുന്നുണ്ടോ? രാഷ്ട്രീയ എതിരാളികളെ ഏത് വിധേനയും ED-യെയും CBI-യെയും പോലീസിനെയും വിട്ട് പീഡിപ്പിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഇവിടെ നടക്കുന്നത്. ഇവര് ഇതിന്റെ ഒരു 10-1 ശുഷ്കാന്തി കാണിച്ചിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിലെ ഈ മയക്കുമരുന്ന്, അക്രമ രാഷ്ട്രീയ, മദ്യമാഫിയ, ഗുണ്ട മാഫിയ ഇവയൊക്കെ എപ്പോഴേ അമർച്ച ചെയ്തത്. ഇവരെല്ലാവരും ഒരുമിച്ച് പരസ്പര സഹായ സംഘങ്ങളായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ നാടില് ഇതൊന്നും ഇല്ലാതെ പാർട്ടിക്കാരനല്ലാത്തവർക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയായിരിക്കും. ഇവിടെ നമുക്കറിയാം, PSC പരീക്ഷയ്ക്ക് 1ാം റാങ്ക് കിട്ടുന്നത് ആർക്കാണ്? SFIയുടെ ആൾക്കാർക്കാണ്. അവർക്ക് വേണ്ടി പേപ്പർ ചോർത്തി കൊടുക്കും.
കോപ്പി അടിക്കാൻ സഹായം ചെയ്തു കൊടുക്കും. അങ്ങനെ അവർ പരീക്ഷ എഴുതും. പാവപ്പെട്ട പഠിച്ചിട്ട് പോകുന്ന പിള്ളേര് 100ാമത് വരും, കോപ്പി അടിച്ച് എഴുതുന്ന പാർട്ടിക്കാര് 1ാമത് വരും. അവസാനം പാർട്ടിക്കാർക്കെല്ലാം നിയമനം കൊടുത്തിട്ട് ആ ലിസ്റ്റ് തീർന്നു എന്ന് പറയും. പിന്നെ അടുത്ത ലിസ്റ്റ് ഇറക്കും, അടുത്ത ഗഡു പാർട്ടിക്കാർക്ക് കൊടുക്കും. നമുക്കറിയാം ഇവിടെ പേഴ്സണൽ സ്റ്റാഫ് എന്ന സംവിധാനം സുപ്രീം കോടതിയിൽ നിന്ന് പല തവണയായിട്ട് കൊണ്ടുകൊള്ളുകയാണ്. ഇവിടെ KSRTCക്ക് കൊടുക്കാൻ പൈസയില്ല, ആശാ വർക്കർക്ക് കൊടുക്കാൻ പൈസയില്ല, പാവങ്ങൾക്ക് 1600 രൂപ വീതം പെൻഷൻ കൊടുക്കാൻ പൈസയില്ല. പക്ഷേ പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ട് ഒരു മന്ത്രിയുടെ ശിങ്കിടികളായിട്ടുള്ള കുറെ പേർക്ക്, കുറെ പാർട്ടിക്കാർക്ക് ലക്ഷങ്ങളെ മാസം പേര് ശമ്പളം കൊടുക്കാനും, അത് കഴിഞ്ഞാൽ 2 കൊല്ലത്തെ ജോലി കഴിഞ്ഞാൽ ഉടനെ അവർക്ക് പെൻഷൻ, മരിക്കുന്നത് വരെ പെൻഷൻ കൊടുക്കാനും ഇവിടെ പൈസയുണ്ട്. അതുകൊണ്ട് ആം ആദ്മി പാർട്ടി പോലെയുള്ള പ്രസ്ഥാനങ്ങളിലേക്ക് ജനങ്ങൾ കടന്നു പറയും. ഇവിടെ എല്ലാവർക്കും പാർട്ടി എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. എല്ലാവരുടെയും വിചാരം പാർട്ടിക്കാരെല്ലാം ബസ്സിന് കല്ലെറിയാൻ പോകുന്നു, പാർട്ടിക്കാരെല്ലാം എതിർ പാർട്ടിക്കാരുടെ തലതല്ലി പൊട്ടിക്കാൻ പോകുന്നു, പാർട്ടിക്കാരെല്ലാവരും മദ്യമാഫിയയ്ക്കും മയക്കുമരുന്ന് മാഫിയയ്ക്കും ചിങ്കിടികളായിട്ട് നടക്കുന്നു. എന്നാൽ ഇതൊന്നുമല്ല. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു പാർട്ടിയുണ്ട്, ആം ആദ്മി പാർട്ടി. സാധാരണക്കാരുടെ പാർട്ടിയാണ്. ഈ പാർട്ടിയിൽ നമ്മൾ അക്രമമില്ല, ആരെയും തല്ലാനോ കൊല്ലാനോ, ആരുടെയും ബസ് എറിഞ്ഞ് ചില്ലെറിഞ്ഞ് പൊട്ടിക്കാനോ, ഒരു വ്യാപാരിയെയും ഭീഷണിപ്പെടുത്താനോ, ഒരു സംരംഭകനെയും തല്ലാനോ ഈ നമ്മുടെ പാർട്ടിയിൽ ഒരു മെമ്പർ പോലും പുറപ്പെടുകയില്ല. അതിന് നമ്മുടെ പാർട്ടി അനുവദിക്കുന്നില്ല. നിങ്ങൾക്കറിയാമോ, ക്രിമിനൽ കേസിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെട്ടാൽ ആ നിമിഷം നിങ്ങളുടെ ആം ആദ്മി പാർട്ടി അംഗത്വം റദ്ദാകും. ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന പാർട്ടികളിൽ നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 40% ക്രിമിനലുകൾക്കാണ് BJPയും കോൺഗ്രസും സീറ്റ് കൊടുത്തത്. ഈ ക്രിമിനലുകളും ഗുണ്ടകളും ബലാത്സംഗക്കാരുമാണ് പാർലമെന്റിൽ പോയിട്ട് ഇവിടെ നിയമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ നിയമങ്ങൾ വെച്ചിട്ട് അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഭരണ സംവിധാനം വെച്ചിട്ട് നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് പുരോഗതി ഉണ്ടാകുക? ക്രിമിനലുകളെ അടുപ്പിക്കുക പോലും ചെയ്യാത്ത ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. അതുപോലെ തന്നെ നമുക്കറിയാം, കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള പാർട്ടി എന്ന വിദ്യാഭ്യാസ സംഘടനകൾ SFI, KSU, ഈ സംഘടനകളെല്ലാം തന്നെ അക്രമം പ്രോത്സാഹിപ്പിച്ച് ജനങ്ങളെ, കുട്ടികളെ വഴിയാധാരമാക്കുന്ന പാർട്ടികളാണ്. അതേസമയം ആം ആദ്മി പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന CYSS സമാധാനപരമായി ഗാന്ധിയ മാർഗത്തിൽ മാത്രം പ്രതിഷേധിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന പാർട്ടിയാണ്. അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ തൊഴിലാളി വിങ്ങാണ് CYSS. ഇവരാരും തന്നെ അക്രമ പ്രവർത്തനങ്ങളിലോ അഴിമതിക്കോ ഒന്നിനും കൂട്ടുനിൽക്കാതെ നിസ്വാർത്ഥമായ സേവനം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. അതുകൊണ്ട് മറ്റു പാർട്ടികളെ കാണുന്നത് പോലെ പാർട്ടി എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ടതില്ല. ആം ആദ്മി പാർട്ടി സാധാരണക്കാരുടെ, മാന്യന്മാരുടെ, മര്യാദക്കാരുടെ പാർട്ടിയാണ്. ഈ പാർട്ടിയിലേക്ക് കടന്നു വരുന്നതിനോ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിനോ ഒരു വിധത്തിലും നിങ്ങൾക്ക് നാണക്കേടേണ്ട കാര്യമില്ല. മറിച്ച് ഇതൊരു അഭിമാനമാണ്. കാരണം ആം ആദ്മി പാർട്ടിയുടെ മെമ്പർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വിശ്വാസ്യതയുള്ള സർട്ടിഫിക്കറ്റാണ് ഇയാൾ ഒരു ക്രിമിനൽ അല്ല എന്നുള്ളതാണ്. നിങ്ങൾ ഒരു മാന്യനാണെന്ന സർട്ടിഫിക്കറ്റാണ് ആം ആദ്മി പാർട്ടിയുടെ മെമ്പർഷിപ്പ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട്, മാന്യമായിട്ട് കടന്നു വന്ന് പ്രവർത്തിക്കുവാൻ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.